ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന അടിപൊളി റൈറ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കാണാനും നല്ല ഭംഗിയാണ്. നിങ്ങൾ വിചാരിക്കും ഇത് നോണാണെന്ന്. നോണല്ല, വെജാണ്. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയൊരു ഐറ്റാണ് കൊണ്ടുവന്നത്. സോയ 65 കേട്ടോ. നമ്മൾ ചിക്കൻ 65 ഒക്കെ കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മളിനി വെജിറ്റേറിയൻസിന് ഒരു സോയ 65 ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ അല്ലാണ്ട് നമ്മൾ വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുക. നമ്മളൊരു ചോറ് ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു കുറച്ച് നേരത്തോണ്ട് തന്നെ നമുക്കിത് വേഗം ഉണ്ടാക്കി കഴിക്കാം. ഗസ്റ്റൊക്കെ വന്നാലും ഒക്കെ ഉണ്ടാക്കുക. ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു സൈഡ് ഡിഷായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടിപൊളിയായിട്ട് സോയ 65 എങ്ങനെ ഉണ്ടാക്കുന്നതാണ് വീഡിയോ കാണിച്ചിരുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനാവശ്യമായിട്ട് വേണ്ടത് സോയ ചങ്ക്സ് ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്ന വലിയ സോയയുടെ ചങ്ക്സ് ആണ് കേട്ടോ വാങ്ങിക്കേണ്ടത്, ചെറുതല്ല വലുത്. അതൊന്ന് ഞാനൊരു ബൗളിലേക്ക് ഇത്ര വേണം, നമ്മൾ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് നമ്മളൊരു പാനിലേക്ക് വെള്ളം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് തന്നെ വേവിച്ച് വരുമ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് വെന്ത് വരും. ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കേട്ടോ. ഇനി അതൊന്ന് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇതിൽ വെള്ളമൊക്കെ ഒഴിവാക്കുക. നല്ലോണം അങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വേറൊരു ബൗളിലേക്ക് ഞാൻ എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ചങ്ക്സും ഇതുപോലെ വെള്ളം ഒഴിവാക്കിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് പറഞ്ഞുതരാം. ഒരു നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തത്. 1.5 സ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് കളറിനനുസരിച്ചോ നിങ്ങൾ എടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതും എടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണ് ഗരം മസാല പൊടി, പിന്നെ 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ. 2-2.5 സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടി, 1 സ്പൂണ് മൈദപ്പൊടി. അതെല്ലാം ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ഉപ്പും. പിന്നെ ഞാൻ ഇതിൽ സ്കിപ്പ് ചെയ്തു പോയതാണ് ഇഞ്ചി വെളുത്തുള്ളി. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതും 1 സ്പൂൺ ഇടണം. അപ്പോൾ ഇത് വീഡിയോയിൽ കട്ടായി പോയതാണ്, നിങ്ങൾ അത് മറക്കരുത്. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പേസ്റ്റും കൂടി ഇതിലേക്ക് ഇടുക, 1 സ്പൂണ്. അപ്പോൾ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കോൺഫ്ലവറിൻ്റെ പൊടി, മൈദപ്പൊടി, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കണം. ഇത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം കേട്ടോ. അപ്പം നമ്മൾ വേവിക്കാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് ഇനി ഉപ്പ് ഇട്ടിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ച് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് വെള്ളം, സോയ ചങ്ക്സൊക്കെ വെള്ളം കുടിച്ച് കിടക്കുമായിരിക്കും. അപ്പോൾ അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും. വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഇടാം. പിന്നെ ഉപ്പിടുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ആദ്യം ഉപ്പിട്ടുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. അപ്പോൾ കുറച്ചും കൂടി ഞാനൊരു സ്പൂണും കൂടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതെല്ലാ പൊടികളൊക്കെ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് ആക്കണം കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ, മറക്കരുത്. വീഡിയോ സ്കിപ്പായി പോയതാണേ. അപ്പോൾ എല്ലാം ഞാനിതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ചീനച്ചട്ടിയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ ആവശ്യത്തിൻ്റെ എണ്ണ ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് നന്നായി തിളച്ച് വന്നാൽ ഈ സോയ ചങ്ക്സ് ഓരോന്നും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഈ സോയ ചങ്ക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മളെ വീട്ടിൽ ഈ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സൈഡ് ഡിഷായിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലതാണ്. പിന്നെ വെജിറ്റേറിയൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. ചില സമയത്ത് ഇതിങ്ങനെ ഇട്ടുപോയി, ഫസ്റ്റ് ടൈമിൽ ഞാൻ ഇട്ടുപോയപ്പോൾ ഒന്ന് ഒട്ടിപ്പോയി. കാരണം കോൺഫ്ലവറും മൈദയൊക്കെ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് വിട്ട് ഞാൻ ചെറിയൊരു ചട്ടിയാണ് എടുത്തത്. നിങ്ങളെ കയ്യിൽ വലുതുണ്ടെങ്കിൽ വലുതെടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കുക.
അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്നെടുത്ത് നോക്കുകയാണ് ഫ്രൈ ആയോന്ന്. അപ്പോൾ ഏകദേശം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റാണ്. ഇത് ഉള്ളിലേക്കൊക്കെ നല്ലോണം ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതുപോലെ കഴിക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് കഴിച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ വെജിറ്റേറിയൻസിന് അടിപൊളി നമ്മൾ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെജിറ്റേറിയൻസിന് മാത്രമല്ല നോണിലുള്ളവർക്കും നല്ല ഇഷ്ടപ്പെടും. ഇത് ഉറപ്പാണ്, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ സോയാ ചങ്ക്സൊക്കെ കുട്ടികൾക്കൊക്കെ എപ്പോഴും വീട്ടിൽ നമ്മൾ വാങ്ങിച്ച് വെക്കാറുണ്ട് സ്കൂളിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നോണൊന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ചോറുണ്ടോളും. അപ്പോൾ നല്ല ടേസ്റ്റാണ്, ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതി, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ഭക്ഷണത്തിന് മാത്രമല്ല, നമ്മൾ വെറുതെ ഇത് സോസിൽ മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പൊക്കെ ഇതുപോലെ വറുത്തെടുക്കുകയാണ്. പിന്നെ അവസാനം കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി ആയാൽ നമ്മളെ അടിപൊളി സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു സൂപ്പർ ടേസ്റ്റി സാധനമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട ഓരോ വീഡിയോസും കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. നമ്മൾ ഓരോ വീഡിയോസും അടിപൊളി ഐറ്റമാണ്, എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതിൽ നിന്ന് ഇത് കാണിച്ചു തരട്ടെ. അത് കണ്ടോ, സോഫ്റ്റായിട്ട് നല്ല ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഈ ചിക്കൻ്റെ ആ ഒക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഇനി ഞാൻ അടുത്ത വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും ബായ്.